പോലെയല്ല ഇയാള് കയ്യാളി. ഇയാളെ നാടാ കൊടിയേരി, അറിയോ? കണ്ണൂർ. അവിടെ ഒന്ന് പോയി നോക്കൂ. നമ്മുടെ നാട് പോലെയാണോ? നമ്മുടെ നാട് പോലെയല്ല. മുസ്ലിം ലീഗിന്റെ പ്രദേശങ്ങളെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ലീഗിനെ ലീഗിനെ എതിർക്കുന്നവർക്ക് കൂടി സ്വാതന്ത്ര്യമുള്ള മണ്ണാണ്. ലീഗിനെ എതിർക്കാൻ സുഖമുള്ള മണ്ണ് ലീഗിന്റെ ഭൂരിപക്ഷമുള്ള മണ്ണാണ്. കണ്ണൂരിൽ പോയി മറ്റൊരു പാർട്ടിയുടെ പതാക കുത്താൻ സാധിക്കൂല. പാർട്ടി ഗ്രാമമാണ്. ചെങ്കൊടി മാത്രമേ പാറാൻ പാടുള്ളൂ, ഇൻക്ലാബ് വിളി മാത്രമേ കേൾക്കാൻ പാടുള്ളൂ, വേറൊന്നും പാടില്ല. പാർട്ടി തീരുമാനിക്കും ആരെ കല്യാണം കഴിക്കണം, ആരെ തൊലാക്ക് ചെല്ലണം, ഏത് പള്ളിയിൽ ബാങ്ക് വിളിക്കണം, ഏത് പള്ളിയിൽ സ്വലാത്ത് നടത്തണം, ഏത് പള്ളിയിൽ ഖബർസ്ഥാൻ ഉപയോഗിക്കണം എന്ന് പാർട്ടി തീരുമാനിക്കും. കണ്ണൂരിലെ ബക്കളം പള്ളിയിൽ മറവ് ചെയ്യുന്നില്ല, നിർത്തി. തലമത്തട്ടിയുള്ള കാലം തൊട്ടിട്ട് തുടങ്ങിയതാണ്. ലോക്കൽ കമ്മിറ്റി, ഇപ്പോഴത്തെ പഞ്ചായത്ത് കമ്മിറ്റി, പഞ്ചായത്തും ബോർഡ് തീരുമാനിച്ചിരിക്കുന്നു ഇനി അവിടെ മറവ് ചെയ്യേണ്ടതില്ല. ആർക്കും ധൈര്യസമേതം പോയി കണ്ണൂരിൽ പോയി അന്വേഷിക്കാം. കണ്ണൂരിലെ ചേനോത്ത് പള്ളി സുബഹി ബാങ്കില്ല. എന്താ കാര്യം? ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പരാതി പോയത് സുബഹി ബാങ്ക് ഞങ്ങൾ ഉറക്കം കെടുത്തുന്നു, അത് തീരുമാനമാകുന്നത് വരെ ഇനി ബാങ്കില്ല. കണ്ണൂരിലെ മാതമംഗലം പള്ളി തളിപ്പറമ്പിൽ പകുതി പണി പൂർത്തിയായി നിൽക്കുക. എന്താ കാര്യം? ലോക്കൽ കമ്മിറ്റിയുടെ പെർമിഷൻ ഇല്ല. പഞ്ചായത്ത് പെർമിറ്റ് കൊടുത്തിട്ട് പാർട്ടി പെർമിഷൻ തരാത്ത കാരണത്താൽ ഉയരാത്ത പള്ളികളുണ്ട്. നമ്മളിവിടുത്തെ മാർച്ചിട്ട് പാട്ടൊന്നല്ല, അവിടെ ഒന്ന് പോയി നോക്കണം. ഇവിടെ മുസ്ലിങ്ങൾക്കിടയിൽ വന്നുകൊണ്ട് കളിക്കുന്ന CPM, മദാനിയായികൾക്കിടയിൽ വന്ന് കളിക്കുന്ന CPM. അവിടെ അങ്ങനെയല്ല. അവിടെ ഉംറക്ക് പോയപ്പോ അബ്ദുള്ള കുട്ടിയെ തരം താഴ്ത്തി. വല്യമ്മാന്റെ ജനാസ നിസ്കാരത്തിന് മുന്നിലേക്ക് വന്നപ്പോ മോനെ ഇത് പാർട്ടി വേറെ കേട്ടോ സഖാവ് മമ്മുഞ്ഞിക്ക പറഞ്ഞു. മാറി. എന്നാൽ മലപ്പുറം ജില്ലയിലും വയനാട് ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും പാലക്കാട് ജില്ലയിലും മാത്രം പ്രത്യേകമായ ഒരു മുസ്ലിം പ്രേമ CPM. കാരണം ഇവിടങ്ങളിൽ മുസ്ലിങ്ങൾ കൂടുതലുണ്ട്. അപ്പൊ അവരെ കൂടുതലായി കയ്യിലെടുക്കണം. അതിനാണ് സംസ്ഥാന സമ്മേളനം മലപ്പുറത്ത് നടന്നപ്പോ ഗേറ്റ് CPM സമ്മേളനത്തിന്റെ ഗേറ്റ് പൊന്നാനിയിൽ മഖ്ദൂം തങ്ങൾ സ്മാരക ഗേറ്റായിരുന്നു. വെളിയങ്കോട്ട് ഗേറ്റ് ഉമർ ഖാദി സ്മാരക ഗേറ്റ്, പരപ്പനങ്ങാടിയിൽ ആലി മുസ്ലിയാർ സ്മാരക ഗേറ്റ്, ചെമ്മാട്ട് ഖുത്ബുസ്സമാൻ സയ്യിദ് അലവി തങ്ങൾ സ്മാരക ഗേറ്റ്, രാമനാട്ടുകരയിൽ യാസർ അറഫാത്ത് സ്മാരക ഗേറ്റ്, കൊണ്ടോട്ടിയിൽ സദാം ഹുസൈൻ സ്മാരക ഗേറ്റ്, തൃശൂരിൽ മദർ തെരേസ സ്മാരക ഗേറ്റ്, നേരെ പയ്യന്നൂരിൽ സ്വാമി വിവേകാനന്ദൻ സ്മാരക ഗേറ്റ്. ഇവരൊക്കെ ഞങ്ങളെ പോളിറ്റ് ബ്യൂറോ മെമ്പർമാരാ. എവിടെ പോയി? ചെഗുവേര, കാർൽ മാർക്സ് ഒക്കെ എവിടെ പോയി? അപ്പൊ എന്താ? ആളുകളെ സോപ്പിട്ടടിക്കാൻ മുസ്ലിങ്ങൾക്കിടയിലേക്ക് കയറി വന്നിട്ട് പുതിയ തന്ത്രം ആവിഷ്കരിക്കുക. അതാണ് പാഹലോളി കമ്മിറ്റിയുടെ പേരിൽ സച്ചാർ സമിതി ചർച്ച നടത്തുന്നു എന്ന് പറഞ്ഞ് മുതലക്കുളം മൈതാനിയിൽ CPM ഒരു സമ്മേളനം സംഘടിപ്പിച്ചു. ആ സമ്മേളനത്തിൽ എല്ലാവരെയും ക്ഷണിച്ചിട്ട് CPM ആ യോഗത്തിൽ കാര്യമായി എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല. എപ്പോഴും ബാക്കി നിൽക്കുന്ന ഒരു വർത്താനുണ്ട്. അതെന്താ? DYFIയുടെ സംസ്ഥാന പ്രസിഡന്റായ ശ്രീരാമകൃഷ്ണൻ മൈക്ക് എടുത്ത് ഒരു അനൗൺസ് ചെയ്തു. സഹോദരന്മാരെ, നിങ്ങൾക്ക് ഉളു ചെയ്യാനുള്ള ഹൗള് അപ്പുറത്തുണ്ട്. സഹോദരിമാരെ, നിങ്ങൾക്ക് ഉളു ചെയ്യാനുള്ള ഹൗള് ഇപ്പുറത്തുണ്ട്. നിങ്ങളും ഹൗളും ഉളും എന്താ ബന്ധം? എന്താ സംഭവം? ഞങ്ങള് ഇതിൻ്റെ ഒക്കെ ആളാണ്. ഞങ്ങൾ പ്രത്യേകിച്ച് മതത്തിനെതിരല്ല എന്ന് വരുത്തി തീർക്കണം. അതല്ലാതെ വേറെന്താ? നിങ്ങൾ ആലോചിക്കണം. ഉണ്ണിയാലിന്റെ പള്ളി ആക്രമിച്ച പോലെ കണ്ണൂരിലും നാദാപുരത്തൊക്കെ ആക്രമിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സുബഹി ബാങ്ക് കൊടുക്കാത്ത ആ പള്ളി ഞങ്ങൾ നേരിട്ട് പോയി കണ്ട് റെഡ് വയലൻസ് എന്ന പേരിൽ ഒരു കാസറ്റ് ഇറക്കിയിട്ടുണ്ട്. പൻസാരി തില്ലങ്കേരിയുടെ ഒരു കാസറ്റ് ഉണ്ട്, നേർക്കാഴ്ച എന്ന അതിന്റെ പേര്. അത് വന്ന് വാങ്ങി ആരെങ്കിലും കയ്യിൽ കിട്ടെങ്കിലെന്ന് വാങ്ങിട്ടത് കൺകുളിർക്കെ കാണി. വല്ല പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങളിൽ കൊടുക്കണം. ഇത് സത്യം അല്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഉറപ്പിച്ചു തറപ്പിച്ചു പറയുന്നു. ഇവിടെ കാണുന്ന CPM അല്ല. അവിടെ ഉംറക്ക് പോയപ്പോ വിശദീകരണം ചോദിച്ചു. എന്നാ മലപ്പുറത്തെ CPMന്റെ സെക്രട്ടറി സെയ്താലിക്കുട്ടി സഖാവ് മരിച്ചപ്പോ മയ്യത്ത് നിസ്കാരം നടന്നു. പാലോളി മയമുട്ടിയാക്ക മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുത്തില്ല.
നമ്മളൊരു സുഹൃത്ത്, നമ്മുടെ നാട്ടിലൊരു ഹിന്ദുവായൊരു സ്നേഹിതൻ മരിച്ചാൽ അവരൊന്നിച്ച് പോകുന്ന നമ്മുടെ നാട്ടിലെ ബാപ്പുജി അല്ലെങ്കിൽ അവരുമായുള്ള നല്ല സൗഹൃദമുള്ള ഒരു മുസൽമാൻ അവന്റെ ചടങ്ങിലൊന്നും പങ്കെടുത്തില്ല. അതിങ്ങനെ ശരിക്കും ഒപ്പം ഇങ്ങനെ വരും, കുഴിച്ചിടുന്നിടത്ത് അവരുടെ മറവ് ചെയ്യുന്നിടത്ത് വന്ന് നോക്കും. എന്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും നമ്മുടെ നാട്ടിലെ ആളുകളൊക്കെ മയ്യത്തിന്റെ കൂടെ പോകും. എന്താ കാര്യം? നമ്മളെ കുട്ടികൾ അഖ്ലാഖിൽ ചെറുപ്പകാലം തൊട്ട് പഠിച്ചിട്ടുണ്ട്. ഒരു സഹോദരൻ മറ്റൊരു സഹോദരന് ചെയ്തു കൊടുക്കേണ്ട നന്മകളെ കുറിച്ച്. അതിൽ പറയുന്ന ഒന്ന്, അവന്റെ ജനാസയെ അനുഗമിക്കുക. പാലോളി മായമുട്ടിയാക്ക ഏത് കിതാബാണോ ഓതിയത്? ഈ സാധു സ്വന്തം സ്നേഹിതനായ അയാളെ വലങ്കൈ എന്ന് വിശേഷിപ്പിക്കാവുന്ന സഖാവ് സൈദാലിക്കുട്ടിയാക്കാന്റെ മയ്യത്ത് നിസ്കരിച്ചില്ല. ഇങ്ങനെയാണ് വരി മലയാളം ന്യൂസിൽ വന്നത്. ഞാൻ പറയാം. വയസ്സ് 80 ഉംറക്ക് വന്നു, കഅബം തവാഫ് ചെയ്തു. വല്ലാത്തൊരു അനുഭൂതി. ഇൻഷാ അല്ലാഹ് വിധി ഉണ്ടെങ്കിൽ, അല്ലല്ലിയാറിനെ പാർട്ടി, ഇൻഷാ അല്ലാഹ് വിധി ഉണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യാൻ വരും. പക്ഷെ സാധുന ഭാഗ്യം ഉണ്ടായില്ല, മരിച്ചുപോയി. എന്തേ അവിടെ അങ്ങനെ ഇല്ലാതിരുന്നത്? മുസ്ലിങ്ങളെ കയ്യിലെടുക്കാൻ പുതിയ തന്ത്രം. സുബഹി ബാങ്ക് ഉറക്കം കെടുത്തുന്നു. നോക്കണം, നമ്മുടെ നാട്ടില് നബിദിന പരിപാടി നടക്കുമ്പോഴായിരുന്നു ഇപ്പൊ പരീക്ഷ. ഒരമുസ്ലിമും നബിദിന പരിപാടിക്കെതിരെ പരാതി പോയില്ല. എന്താ കാര്യം? ഈ നാട്ടിന്റെ പൂക്കളും മക്കളുമായി നമ്മൾ ഒന്നിച്ച് നീങ്ങുക. ഇവിടെ മാർച്ചിട്ടുപാട്ടിയുടെ മേൽക്കൊയ്മല്ല. അവിടെ ശബരിമലക്ക് പോയ ശാസനയാണ്. അവിടെ താക്കീത് ചെയ്യും, പാർട്ടി താക്കീത് ചെയ്യും. അതാണ് ദൈവത്തിന്റെ നാമത്തിൽ പ്രതിജ്ഞ ചെയ്ത ഐഷ പോറ്റി എം മോനോയ് എന്ന് 2 MLA-മാരെ വിളിച്ചിട്ട് പിണറായി പറഞ്ഞത്, നിങ്ങൾ ദൈവത്തിന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തില്ലേ? നമുക്കാകെ മാനക്കേട് ഉണ്ടാക്കിയിട്ട് ആ സംഭവം. ദൈവത്തിന്റെ പേര് പറഞ്ഞ മാനക്കേടുള്ള പാർട്ടി ദൈവവിശ്വാസി പിന്നെ എങ്ങനെ അതിൽ വെച്ച് പുലർത്തും? അത് കണ്ടപ്പോഴാ ഡോക്ടർ മനോജ്, ഒറ്റപ്പാലത്തെ ശിവരാമൻ, കണ്ണൂരിലെ അബ്ദുള്ളക്കുട്ടി, എല്ലാരും ലാൽ സലാം പറഞ്ഞുകൊണ്ട് മാറ്റിട്ടുപാട്ടിയിൽ നിന്ന് പോന്നുകൊണ്ടിരിക്കുക. ശ്യാം സുന്ദർ ആലപ്പുഴയിൽ നിന്ന് കടന്നു വന്ന ആരാ? DYFIയുടെ മുടിച്ചൂടാമന്നൻ, സംസ്ഥാന ട്രഷററാ, മോശക്കാരനല്ല. ഞമ്മളെ കൂടുത്തുന്ന ഒരു പരല് KT ജലീൽ അങ്ങോട്ട് ചാടിയപ്പോ എന്തായിരുന്നു ആഹ്ലാദം അല്ലേ? ഒരു കയ്പ പരല്. ഞങ്ങളെ കൂടുത്തുനിന്ന് കുഞ്ഞാലിക്കുട്ടി ഇങ്ങോട്ട് കൊടുന്ന ഏതറിയോ? വലിയ കണ്ണൻ അബ്ദുള്ളക്കുട്ടി MP, അറിയോ? വാള, മുള്ളുവാള, അറിയോ? 2 തല മോർച്ചണ്ട് എന്ന് വിശേഷിപ്പിക്കാം. 2 തലുള്ള പമ്പൻ സ്രാവുകളൊക്കെ ഉണ്ട്. ഇനിതാ വരാൻ കിടക്കുന്ന മഞ്ഞളാങ്കുഴി അലി, ഏതാ മുതലെന്നറിയങ്ങള്? 2 തലുള്ള പമ്പൻ സ്രാവ കാത്തിരിക്കുകയാണ്. എന്താ അവരൊക്കെ പറയാൻ തുടങ്ങി? ഇങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചവനോട് എന്താ മറുപടി പറയാ? ഹജ്ജും ഉംറയും പാടില്ല എന്നൊരു പാർട്ടി. ബാങ്ക് വിളി ഞങ്ങൾ ഉറക്കം കൊടുത്തുന്നു. കണ്ണൂരിലെ ചേനോത്ത് പള്ളിയിലെ ബാങ്ക് വിളി. നമ്മുടെ നാട്ടില് 24 മണിക്കൂർ മുഴങ്ങുന്ന അഖണ്ഡ നാമയജ്ഞം ഭൂതാനാഥ സദാനന്ദ എന്ന് ശബരിമല സീസണായാൽ ഒരു മുസൽമാനും എന്തേ പരാതി പോകാതിരുന്നത്? അങ്ങനെ ഒരു മുസൽമാനെ നമ്മുടെ നാട്ടിൽ പ്രസവിക്കാൻ പാടില്ല. നമുക്ക് നിർബന്ധമുണ്ട്. എല്ലാരും മാനിക്കണം. ഈ നാടതാണ് ശ്രീ ശങ്കരന്റെ നാടാണ്. ശ്രീ നാരായണ ഗുരുവിന്റെ ജന്മനാടാണ് കേരളം. ഈ കേരളത്തിൽ മാലിക് ദീനാറും അനുയായികളും കടന്നു വന്നപ്പോ അവർക്ക് കിടക്കാൻ പായ കൊടുത്ത ഹിന്ദു, അവർക്ക് കുടിക്കാൻ പാല് കൊടുത്ത ഹിന്ദു. ആ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ, ഒരമ്മ പെറ്റ മക്കളെ പോലെ കഴിയാ. ഇവിടെ ഓംകാര വിളികളും ശാനപ്പാട്ടുകളും ഓത്തുപള്ളികളും നിറഞ്ഞ നാടാണ്. ഇവിടെ ചന്ദനപ്പൊട്ട് ധരിച്ച ചന്ദ്രനും നിസ്കാര തഴമ്പുള്ള നിസാർ അഹമ്മദും കുരിശു ധരിച്ച കുര്യാക്കോസും ഒരു ഉമ്മ പറ്റ മക്കളെ പോലെ, ഒരമ്മ പറ്റ മക്കളെ പോലെ കഴിയാൻ. ഇവിടെ കർക്കിടക മാസത്തിലെ രാമായണ പാരായണവും ഡിസംബർ മാസത്തിലെ ബൈബിള് പാരായണവും പരിശുദ്ധ റമദാൻ മാസത്തിലെ ഖുർആൻ പാരായണവും അന്തരീക്ഷത്തിൽ മുഖരിതമാകുന്ന മണ്ണാണ്. ഇവിടെ പ്രതിസന്ധിയില്ല. ഇവിടെ മതങ്ങൾ പഠിപ്പിച്ചു. ഹിന്ദുക്കൾ ഹിന്ദുമതത്തെ പറ്റി പഠിപ്പിച്ചു. അന്യ ഒരു മനുഷ്യന്റെ മേത്രിയാതെ തൊട്ടാൽ എങ്ങനെ പെരുമാറണമെന്ന് ഹൈന്ദവനെ പഠിപ്പിച്ചു. മുസ്ലിം കുട്ടിക്ക് അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയറ് നിറക്കുന്നവൻ മുസൽമാനല്ലെന്ന് പഠിപ്പിച്ചു. എന്നാ കണ്ണൂരിൽ കമ്മ്യൂണിസം പഠിപ്പിച്ചു. കമ്മ്യൂണിസം പഠിപ്പിച്ചപ്പോ മദാനിയായിലെ ഷിആറുകൾ, അടയാളങ്ങളോടൊരു യോജിപ്പില്ല. സുബൈ ബാങ്ക് ഉറക്കം കൊടുത്തുന്നു.
നമ്മുടെ നാട്ടിൽ സുബൈ ബാങ്ക് കേട്ടിട്ട് ആ സഹോദര സമുദായാംഗങ്ങൾ വരെ ഉണരണേ. ഇപ്പം എൻ്റെ ഒപ്പം ജോലി ചെയ്തിരുന്ന പള്ളിയിൽ ഞാനൊരു തവണ പോയി. ഇപ്പം ലീവായപ്പോൾ സുബൈ ബാങ്ക് കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് പീടികയിലേക്ക് ചായ കുടിക്കാൻ കയറിയപ്പോൾ താമി എന്ന് പറയുന്ന ഒരു പട്ടികജാതിക്കാരൻ, ആ നാട്ടിലൊരു പട്ടികജാതിക്കാരൻ, അയാൾ ചോദിച്ചു ആരെ കുട്ടിയെന്ന് വാങ്ങൊടുത്ത്. ഞാനാന്ന് പറഞ്ഞില്ല, ഞാൻ പറഞ്ഞു മുസ്ലിയർ ലീവാറ്, ആരായാലും വിവരം പറഞ്ഞാൽ 2 കുറവാന്ന്. അന്ന് അസ്സലാത്തു ഖൈറു മിനന്നോ മറന്ന ദിവസമായിരുന്നു. ആരാ മക്കളെ, അതുവരെ മറ്റുള്ള സമുദായക്കാർ നോക്കുന്നുണ്ട്, ആലോചിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഈ നാട്, അങ്ങനെയുള്ള ഈ നാടിനൊരു പ്രത്യേകത. ഇവിടെ ബാങ്ക് വിളി പരിശുദ്ധ ഇസ്ലാമിന്റെ ആത്മോത്കർഷത്തിന്റെ അനന്തനാദമായ ബിലാലിന്റെ ബാങ്ക് വിളി ഈ രാജ്യത്ത് പ്രശ്നം ഉണ്ടാക്കൂലെന്ന് സഹോദര സമുദായക്കാർക്കറിയാം. അവിടെ അങ്ങനെയല്ല, അവിടെ മതമല്ല പ്രശ്നം, എരിയുന്ന പൊരിയുന്ന വയറാണ് പ്രശ്നം. അതാണ് കലിമ. അപ്പൊ വ്യത്യാസം ഉണ്ടാവും. അതാണ് കണ്ണൂരിന്റെ പ്രത്യേകത. കണ്ണൂരിലെ ഓരോ പ്രദേശങ്ങളും ബൈത്തുൽ സക്കാത്ത് എന്ന് പറഞ്ഞൊരു കേന്ദ്രമുണ്ട്, ജമാഅത്തെ ഇസ്ലാമി നടത്തുന്ന. അവിടെ 8-9 വീടുണ്ടാക്കി കൊടുക്കുന്ന പരിപാടിയാണ്. പിണറായിയുടെ നാട്ടിലാണ്, തിരുമുറ്റത്ത്. പൊന്നുമക്കളെ, ആ കല്ലിട്ടത് അന്ന് വരെ പൊന്തിയിട്ടില്ല. ഇതെന്തിനാന്നാ ചോദിച്ചത്. ഒരു ഗ്രന്ഥാലയമുണ്ട്, ആ ഗ്രന്ഥാലയം വായനശാല ഒരു നല്ല നിസ്കാരപ്പള്ളിയായി ഉപയോഗിച്ചിരുന്ന ഒരു മേലെ തട്ടിൽ 1-ാം നിലയിലുണ്ടായിരുന്ന ഒരു പ്രത്യേകമായ സ്ഥലം ഞങ്ങൾ നേരിട്ട് കണ്ട് പകർത്തിയ കേസറ്റിൽ കാണാം. നേർക്കാഴ്ച റെഡ് വയലൻസ് KMCC-ക്കാരിറക്കിയ കേസറ്റ് നേരെ ചൊവ്വെ കാണാം. മുസാഫ് മുസല്ലയും പിടിച്ചെടുത്തു. അത് മോശാക്കല്ലി എന്ന് പറഞ്ഞപ്പോ എഴുതി കൊടുക്കാൻ പറഞ്ഞു. എന്ത്? നിസ്കരിക്കൂലെന്ന് ഉറപ്പ് തരാൻ എഴുതി കൊടുത്താ തിരിച്ചു കൊടുത്തത്. കണ്ണൂരിൽ പോയി അന്വേഷിക്കണം. അവിടെ ഒരാൾക്കും പ്രവർത്തന സ്വാതന്ത്ര്യമില്ല. മറ്റൊരു പാർട്ടിക്കാരന്റെ കൊടി കുത്താൻ പറ്റൂല. അങ്ങനെ പിണറായിയുടെ വീട് കാണാൻ വരെ പാർട്ടിയിൽ നിന്ന് 5 ആള് പോയി. ഒഞ്ചിയം ബ്രാഞ്ച് കമ്മിറ്റിയുടെ 5 ആളുകൾ. പിണറായി ഇങ്ങനെ വലിയ വീടുണ്ടാക്കി എന്ന് പറയുന്നുണ്ട്. ആക്ഷേപമാണ്. ഞങ്ങൾക്കതൊന്ന് കാണണം, എന്നിട്ട് പാർട്ടിയിൽ നിൽക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നു. ആ പോയവര് ഇപ്പൊ പാർട്ടിയിലില്ല. അവര് മുൻ മാർക്സിസ്റ്റുകാരാന്നുള്ള വിവരം ഇവിടുത്തെ മാർക്സിസ്റ്റുകാരെ ഞാൻ വ്യസന സമയത്ത് അറിയിക്കുക. കാരണം എന്താണെന്നറിയോ? നിന്റെ വീട് കാണാൻ വന്ന നിങ്ങളോ നിന്റെ വീട് കാണാൻ വരിക. എന്നാ പാണക്കാട്ടെ കൊടപ്പരക്കൽ തറവാട്ടക്കൊന്ന് പോയി നോക്കണോ മക്കളെ? ഞാൻ 2 ചൊവ്വാഴ്ച മുമ്പേ എന്റെ മുനവിർമോന്റെ അടുത്ത് കുറെ നേരം ഇരുന്നവനാണ്. നിങ്ങൾക്കറിയോ, കാസർകോട്ട് ഭാഗത്തുനിന്ന് വന്ന 3 സഹോദരിമാർ അവരുടെ ഭർത്താക്കന്മാർ തങ്ങളുടെ കൂടെ ഇരിക്കുമ്പോ വന്യരായ തങ്ങളുടെ റൂമിന്റെ അകത്തേക്ക് കടന്നിട്ട് വന്യരായ തങ്ങളെ മാറ്റി നിർത്തിയിട്ട് ഒരു ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഈ 3 പെൺകുട്ടികൾ ശിഹാബ് തങ്ങളുടെ ക്ലോക്ക് ശേഖരം ഇങ്ങനെ പകർത്തുക. ഞാൻ എൻ്റെ ഒപ്പമുള്ള ഒരാളോട് പറഞ്ഞു, ഇങ്ങനെ ഏത് പെരയിലാ പറ്റുക? നമ്മളോടാണ്. നമ്മളകത്തേക്ക് വന്നിട്ട് ഒരാള് നോക്കണം, അകത്തേക്ക് കയറി വരിക. പ്രവർത്തനം ആർക്കും കയറാം, എപ്പോഴും വരാം. എൻ്റെ ശിഹാബ് തങ്ങൾ വഫാത്തായപ്പോ കാസർകോട്ട് നിന്ന് 3 ചെറുപ്പക്കാർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്നെ പിടിച്ച് പറഞ്ഞൊരു വർത്താനുണ്ട്. എന്താണെന്നറിയോ? പാണക്കാട് എന്ന് കേൾക്കുമ്പോ ഞങ്ങൾ വിചാരിച്ചിരുന്നു ഒരുപാട് സെക്യൂരിറ്റി ഗാർഡിന്റെ അകമ്പടിയോടുകൂടി ഇങ്ങോട്ട് വരേണ്ടി വരും, കുറെ ചോദ്യം ചെയ്യലുണ്ടാവും. ഇത്ര സുഖമായിരുന്നോ? എങ്കിൽ ആ മുത്ത് ശിഹാബ് തങ്ങൾ, എന്റെ പൊന്നു തങ്ങള് ഹയാത്തിലുണ്ടാകുമ്പോ ഇങ്ങനെ കിടക്കുന്നതിന്റെ മുമ്പ് ഒന്ന് വരാമായിരുന്നു എന്ന് കാസർകോട്ടെ ചെറുപ്പക്കാരൻ പറഞ്ഞുവെങ്കിൽ സഹോദരന്മാരെ മനസ്സിലാക്കിക്കോ, അങ്ങനെ ഒരു വീടുണ്ട് കേരളത്തിൽ. ഏത് പാതിരാവിലും ചെല്ലാം. പിണറായിയുടെ വീട്ടിക്ക് നട്ടു